കേന്ദ്ര സർക്കാരിന്റെ വളരെ ശക്തമായ ഒരു തീരുമാനവും നടപടിയും അതിന്റേതായ ഫലം കാണുന്നു. രാജ്യത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഫലം കാണുന്നു എന്നൊരു വാർത്തയിലേക്ക്. തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാവോയിസ്റ്റ് എല്ലാണ്ട് നർസാംപേട്ട ഏരിയ കമ്മിറ്റി കമാൻഡർ ബദ്രു എന്ന പപ്പണ്ണ അടക്കമുള്ളവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ. ചൽപ്പാകവനത്തിൽ മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെലങ്കാന പോലീസ് ഈ മേഖലയിൽ തെരച്ചിലിനായി എത്തിയത്. അതിനിടെ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്ന് പോലീസ് വലിയ ആയുധ ശേഖരവും പിടികൂടി. AK-47 തോക്കുകൾ ഉണ്ടായിരുന്നു, വിവിധ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇവയാണ് പിടിച്ചെടുത്തത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പപ്പണ്ണയടക്കം 7 പേരും CPI പ്രവർത്തകരാണ് എന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നവംബർ 22-ന് ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പിന്നാലെയാണ് അയൽ സംസ്ഥാനമായ തെലങ്കാനയിലും സമാനമായ രീതിയിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോൾ മാവോയിസ്റ്റുകൾ സ്വാഭാവികമായിട്ടും തെലങ്കാനയിലേക്ക് മൂവ് ചെയ്യാം, അങ്ങനെ തെലങ്കാനയിലെത്തി വീണ്ടും സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചേക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. മാവോയിസ്റ്റ് വിരുദ്ധ വിഭാഗമായ ഗ്രേഹൗണ്ട് സേനയും ലോക്കൽ പോലീസും ചേർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് തോക്കുകൾ അധികൃതർ പിടിച്ചെടുത്തു. 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി മുലുഗു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ശബരീഷ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ ചിലരെ അധികൃതർ തിരിച്ചറിയുകയും ചെയ്തു. ഒരാഴ്ച മുൻപ് പോലീസിന് വിവരം നൽകി എന്ന് പറഞ്ഞ് ഈ മേഖലയിൽ 2 ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാവോയിസ്റ്റ് ഭീകരവാദികളെ വളരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. അതിനിടയിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ വനമേഖലയിൽ മാവോയിസ്റ്റ് ഭീകരവാദികൾക്കെതിരായ വിജയകരമായ സൈനിക പ്രവർത്തനങ്ങൾ ചരിത്രപരമായി മാറിയിരിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. നക്സൽ പ്രഭാവകാലത്ത് കലാപങ്ങളും ആക്രമണവും നിറഞ്ഞ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന മേഖല, ആ മേഖലയുടെ ആസ്ഥാനമായിട്ടായിരുന്നു ബസ്തർ അറിയപ്പെട്ടിരുന്നത്. ബസ്തർ മാവോയിസ്റ്റ് പ്രഭാവത്തിൽ നിന്ന് മുക്തമായത് രാജ്യത്തെ അഭിമാനത്തിനും സുരക്ഷാ വിജയത്തിനും അടിത്തറ ആയിരിക്കുകയാണ്. സൈനിക നടപടികളുടെ ദ്രുതഗതിയിലുള്ള തുടർച്ചയും ഭിന്നതകളും കീഴടങ്ങലുകളും നക്സലിസ്റ്റ് ഗ്രൂപ്പുകളിലുണ്ടായ മാറ്റങ്ങളാണ് അവിടെ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ കാരണമായത്. സൈന്യത്തിന്റെ അടുത്ത കാലത്തെ പ്രധാന മുന്നേറ്റത്തിൽ 38 ഭീകരരെ ഇല്ലാതാക്കി. വനപ്രദേശങ്ങളിലെ മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ സംവിധാനം തകർക്കാൻ സൈന്യത്തിന് സാധിക്കുകയുണ്ടായി. ഇനി പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ നിന്നാണ് 1960കളിൽ നക്സലിസം ആരംഭിക്കുന്നത്. റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങൾ നക്സലിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ദാരിദ്ര്യം, ആദിവാസി സമൂഹം എന്നിവ നക്സലിസത്തിനുള്ള അനുയോജ്യ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് ആശയങ്ങൾ പിന്തുടർന്ന വിപ്ലവ പ്രസ്ഥാനമെന്ന് മാവോയിസ്റ്റുകൾ അറിയപ്പെട്ടു. ഗറില്ല യുദ്ധം എന്ന രീതിയിൽ നിക്ഷിപ്തമായ ആക്രമണങ്ങൾ നടത്തുകയും വനപ്രദേശങ്ങളിൽ ഒളിച്ച് പലയിടങ്ങളിൽ ബോംബുകൾ ഉപയോഗിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം മാവോയിസ്റ്റ് ആശയത്തിന്റെ ഉന്മൂലനത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത് എന്ന് പറയാം. അത് സുരക്ഷാ വിഭാഗത്തിൽ വരുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം സർക്കാർ കൊടുത്തിരുന്നു. സൈനിക ശക്തി വർദ്ധിപ്പിച്ചു. നക്സൽ ഭീഷണിയുമായി പൊരുതാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. സുരക്ഷാ തന്ത്രങ്ങൾ നടപ്പാക്കി. ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി. ഡ്രോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാവോയിസ്റ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. സൈനിക നടപടികൾക്ക് പുറമെ സുതാര്യമായ നയവും വികസനത്തിനും വലിയ ജനകീയ ശ്രമങ്ങളും വലിയ വികസന പദ്ധതികളും ആവശ്യമാണ് എന്ന തിരിച്ചറിവ് BJP സർക്കാരിനുണ്ടായി. മാവോയിസ്റ്റ് ഭീകരർ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും സുരക്ഷിത കവചമായി ഉപയോഗിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു വനവാസി സമൂഹം. അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്ന വികസന സംരംഭങ്ങളും മാറ്റത്തിന്റെ കാറ്റ് വീശാൻ കാരണമായ ഒരു സംഗതിയാണ്. അസംതൃപ്തികൾ ഉണ്ടായിരുന്നു അവർക്കിടയിൽ, അത് പരിഹരിച്ചു. സാമൂഹിക സാമ്പത്തിക പരാതികൾ ഉണ്ടായിരുന്നു, അതില്ലാതാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം ഇത് ലഭിച്ചാൽ ഇതിന് കൂടുതൽ സൗകര്യം ഒരുക്കുമ്പോൾ ഒരു വിഭാഗം സംതൃപ്തിയിലേക്ക് പോകും. അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവിടെ ഫലം കണ്ടു. സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രയോജനപ്പെടുത്തപ്പെട്ടു. രാജ്യത്തിന്റെ ഭാവിയെ മനസ്സിലാക്കി അത് സംരക്ഷിക്കുന്നതിന് അനിവാര്യമായ ഒന്നാണ് നക്സലൈറ്റുകളെ തുടച്ചു നീക്കുക എന്നത്. അതിൽ കേന്ദ്ര സർക്കാർ വിജയം കാണുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. സൈന്യത്തിന്റെ ഇത്തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടികളും ഒക്കെ വിജയം കണ്ട മറ്റൊരു മേഖലയാണ് ബസ്തർ. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരരുടെ ഏറ്റവും വലിയ താവളമായിരുന്ന ബസ്തർ വനമേഖല പൂർണ്ണമായി മാവോയിസ്റ്റ് വിമുക്തമായി. തുടർച്ചയായ സൈനിക നടപടികളുടെ ഫലമായാണ് മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിൽ ഭിന്നത ഉണ്ടാവുകയും അവിടെ കീഴടങ്ങലുകളും ഒക്കെ ഉണ്ടായത്.
ഒക്ടോബർ 4-ന് അബുജാമറിലെ നിബിഡ വനമേഖലയിൽ 9 മണിക്കൂർ ഏറ്റുമുട്ടലിൽ സൈന്യം 38 ഭീകരരെയാണ് ഇല്ലാതാക്കിയത്. 25 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് നടന്നു കയറിയാണ് സൈന്യം ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ബസ്തറിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും കടുത്ത സൈനിക നടപടികളിൽ മാവോയിസ്റ്റുകൾ ചിതറിപ്പോവുകയായിരുന്നു. ഏപ്രിൽ 14 കാങ്കറിൽ നേതാക്കളടക്കം 29 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതിന്റെ ആഘാതം മാറും മുൻപായിരുന്നു അബിജാമറിലെ നടപടി. വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ മുഴുവൻ നെറ്റ്വർക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്ക് സഹകരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനെയെല്ലാം സൈന്യം തകർക്കുകയായിരുന്നു. എന്തായാലും അതിർത്തി കാക്കുക എന്നത് മാത്രമല്ല നമ്മുടെ സൈന്യത്തിന്റെ കടമ. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ശരിയായ പരിഹാരം കണ്ടെത്തുക എന്നത് തന്നെയാണ് അതിൽ നമ്മുടെ സൈന്യം ഒരു വൻ വിജയമാകുന്നതെങ്കിൽ അതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണവും മികവുള്ള പ്ലാനിങ്ങും തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.